അമ്മയ്ക്കൊപ്പം എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഇതില് കണ്ണേട്ട മാത്രല്ലേ ഉള്ളൂ, ആ അമ്മയില്ലല്ലോ. ഇല്ലേ? അതെന്താ? നോക്കട്ടെ. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. ഞങ്ങള് ആ അമ്മയുടെ ഫോട്ടോ എടുത്തതാണ്. എങ്കിൽ പിന്നെ ആ അമ്മ എവിടെ? അതാ എനിക്കും പിടികിട്ടാത്തത്. ഇതിലെന്തൊക്കെയോ മായാജാലം ഉണ്ടല്ലോ. ഞാനും ഇത് പറഞ്ഞല്ലോ, ആ അമ്മ ഒരു സാധാരണ അമ്മയാണെന്ന് എനിക്ക് തോന്നേയില്ല. ദേവീ ചൈതന്യമുണ്ട് ആ അമ്മയ്ക്ക്. ചില സ്ഥലങ്ങളിലെ വിഗ്രഹം നമ്മൾ എടുത്തു കഴിഞ്ഞാലേ അത് ചിലപ്പോൾ ക്യാമറ പതിയണമെന്നില്ല. അതാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നറിയില്ല. എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. എന്തൊക്കെയോ നിമിത്തങ്ങളുണ്ട് കണ്ണേട്ടാ. അന്നെനിക്ക് ആക്സിഡന്റ് ആയ ദിവസത്തെ പറ്റി നല്ല ഓർമ്മയുണ്ട്. അന്നെനിക്ക് ദശാസന്ധിയായിരുന്നെന്നാ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാ ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ അർച്ചനയൊക്കെ നടത്തിയത്. അതൊരു മരണസന്ധിയായിരുന്നു. അതുകൊണ്ടെന്താ, എനിക്ക് വരേണ്ട ആപത്ത് അച്ഛനുണ്ടായി. എന്നെ ജഡം കണക്കെ കിടത്തുകയും ചെയ്തു. ആ അമ്മ പറയുന്നതൊക്കെ ശരിയായി വരിക. അപകടം ഉണ്ടായവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് 100% സത്യമായി. ഒരു കാര്യം ഏകദേശം ഉറപ്പിക്കാം, കണ്ണേട്ടൻ കണ്ട അമ്മയും ഞാൻ കണ്ട അമ്മയും ഒന്ന് തന്നെയാ. കണ്ണേട്ടൻ അയ്യപ്പ വിഗ്രഹം കൊടുത്ത ദിവസം മുതൽ ആ അമ്മ കണ്ണേട്ടന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ എന്റെ താനെന്താ ആലോചിക്കുന്നേ? അത് പിന്നെ ഞാൻ ആ അമ്മയെ പറ്റി ആലോചിച്ചതാ. നല്ല സിദ്ധിയുള്ള ഒരു അമ്മയാ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നൊരമ്മ. അത് 100% സത്യ കണ്ണേട്ടാ. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും കണ്ണൻ മഹിയെ അമിതമായിട്ട് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിന് കോട്ടം തട്ടരുതെന്നാ എന്റെ പ്രാർത്ഥന. അങ്ങനെ കോട്ടം തട്ടിയ അവനാകെ തകർന്നു പോകില്ലേക്കേ. എന്ന് വെച്ച് നമുക്കിത് വെറുതെ വിടാൻ പറ്റുമോ? ആ വലിയ അപകടം ഉണ്ടായ പിന്നെ അവനങ്ങനെ ക്ഷേത്രത്തിലേക്കൊന്നും പോയിട്ടില്ല. ഇന്ന് പക്ഷേ അവൻ അമ്പലത്തിലേക്ക് പോണെന്ന് പറഞ്ഞത് അവൻ അത്രയും ടെൻഷൻ ഉള്ളതുകൊണ്ടാ. ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് മഹാലക്ഷ്മി തെറ്റ് ചെയ്യരുതെന്നായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. നിരപരാധിയായ മഹാലക്ഷ്മിയെ സംശയിച്ചതിന് മാപ്പ് തരണമെന്നാ അവൻ പ്രാർത്ഥിച്ചത്. എന്ന് വെച്ചാ 1% പോലും ഇപ്പോഴും കണ്ണേട്ടന് മഹാലക്ഷ്മി സംശയമില്ല അല്ലേ?